സോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കളിക്കാൻ പോകുന്ന ഗെയിം എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് ആണ്. സോ മൈൻക്രാഫ്റ്റിൻ്റെ സർവൈവൽ സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പണി എന്ന് വെച്ചാൽ നമ്മളെ നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ട് നെതർ പോയിട്ട് നമുക്ക് ബ്ലേസ് റോഡ് കളക്ട് ചെയ്യണം. സോ അതാണ് നമ്മളെ ഫസ്റ്റത്തെ പണി. പിന്നെ നമുക്ക് കുറച്ച് നമ്മുടെ വില്ലേജസിനെ ക്യൂർ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഒബ്സീഡിയൻ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതാണ് നമ്മളിന്ന് ചെയ്യാൻ പോണത്. ഓക്കെ, നമുക്കിവിടെ കുറച്ച് ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുണ്ടാക്കട്ടോ, നമുക്കൊരു സോഡ് ഉണ്ടാക്കണം, പിന്നെ ഒരു ഷവലും ഉണ്ടാക്കണം. ഷവലുണ്ടാക്കാം നമുക്കിപ്പോൾ 2 ഉണ്ടാക്കല്ലേ. ഓക്കെ, നമ്മൾ 2 ഷവൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവിടെ ഒന്ന് ക്ലീൻ ആക്കാം. ഇവിടെ നമുക്ക് നെതർ പോർട്ടൽ ഉണ്ടാക്കണം. ഈ ഒരു സ്ഥലത്താണ് നമ്മൾ ഒരു മരം കണ്ടോ, ഇവിടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ഷവൽ വെച്ചിട്ട് ഇതാക്കാം. ഈ സ്റ്റോണൊക്കെ ഒന്ന് പൊട്ടിക്കാം. ഇതെവിടെ ഒന്ന് നേരെ ആക്കണം. ഇനി നമുക്ക് എന്തായാലും ഉണ്ടല്ലോ ഇതൊക്കെ ക്ലീൻ ആക്കാം. ഈ ഭാഗമൊക്കെ ഒന്ന്, ഈ മരമൊക്കെ ഒന്ന് വെട്ടണം. സോ ഇത് നമ്മൾ അന്ന് നട്ടാൻ തോന്നുന്നത്. നമുക്ക് ഏതോ ഒരു മാൻഡറിൻ ട്രേഡ് എന്നിട്ട് നമ്മൾ ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക്. സോ ഈ നമ്മൾ ഇനി എന്തായാലും ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, നമുക്കിതൊക്കെ വെട്ടി മാറ്റണം. സോ ഈ നമ്മളിപ്പോൾ അതേ ഫുള്ള് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ പോർട്ടലിവിടെ ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് മഴയും പെയ്യുന്നുണ്ട്, നമുക്ക് കിടന്നേക്കാം. ഓക്കെ, രാത്രി ഉണ്ടെന്ന് ഞാൻ പൊട്ടിക്കാനൊരു 100 വർഷം എടുക്കും. ഓക്കെ, നമുക്ക് ഈ ഇത് വെച്ചേക്കാം അവിടെ ഡിസൈൻ ആക്കിയിട്ട്. സോ ഈ നമ്മൾ ഇനി എന്തായാലും ഉണ്ടല്ലോ ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് കാണാം. സോ ഈ നമ്മളിപ്പോൾ ഇത് ഇത്രയും പണിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് ലീവ്സ് കളക്ട് ചെയ്യാൻ പോയതിന്ന്. സോ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ആക്കിയിട്ട് നല്ല രസം ഉണ്ടാവും. നമ്മൾ ഇവിടെ അങ്ങനെ വെച്ചേക്കാം. നമുക്കിത് വേണം ഇങ്ങനെ, അല്ലെങ്കിൽ വേണ്ട അങ്ങനെ നോട്ടാം. ഇപ്പോൾ അത്യാവശ്യം രസമുണ്ട്. ചില പോർട്ടിൽ കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ ബാക്കിലും ഇതേപോലെ വെച്ചേക്കാം. ഞാൻ ഇങ്ങനത്തെ ബിൽഡൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ ഒരു സെർവറിൽ ഞാൻ ഇങ്ങനത്തെ ബിൽഡൊന്നും ആക്കിയില്ല. ഞാൻ നോർമലായിട്ട് ഒരു നെതറിൻ്റെ ഇത് ഉണ്ടാക്കുക, അത്ര തന്നെ ഉള്ളൂ. അതിൽ ഇതായിട്ടൊന്നും പ്ലസ് ആയിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ഈ ഒരു വെള്ള കളർ പാത്തുണ്ടല്ലോ, അത് പൊട്ടിച്ചറിയണം. സോ ഈ നമ്മളിപ്പോൾ ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് നമ്മളെ കയ്യിലിപ്പുള്ള സാധനങ്ങളൊക്കെ ഇതിലോട്ട് വെച്ചേക്കാം. കാരണം ഇനി നമുക്ക് തിരിച്ച് വരവുണ്ടാവുമെന്ന് അറിയത്തില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ആവശ്യമില്ലാത്തൊക്കെ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടായാൽ മതി. ആരോ വേണ്ടി വരും, പിന്നെ ഒരു പിക്കാക്സ്, പിന്നെ നമുക്കൊരു സോഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. ഫുഡ് മതിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് പോയൊക്കെ ഇനി നമ്മളെ ഡോഗിനോട് നമുക്കൊന്ന് പറഞ്ഞേക്കാം, നമ്മൾ പോവാൻ കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യം മതിയായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്ക് ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ വേണ്ടിയല്ലേ, ഇത് നമുക്ക് ഇവന് കൊടുത്തേക്കാം. ഒന്ന് കഴിച്ച് അത് മതി തോന്നുന്നുണ്ട്. ഓക്കെ, ഒന്ന് മതി തോന്നുന്നു, അവൻ്റെ വയറ് ഇറങ്ങിയുണ്ട്. ഓക്കെ, നമുക്ക് അടിയിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് ഫ്ലിന്റ് ആൻഡ് സ്റ്റീൽ എടുത്തിട്ട് ഇത് ലൈറ്റ് അപ്പ് ചെയ്യുക. പോർട്ടൽ ഓക്കെ ആക്ടിവേറ്റ് ആയിട്ട് ഗൈസ്. നമുക്ക് എന്തായാലും പോയേക്കാം. നമ്മുടെ പോർട്ടലിലോട്ട് നല്ലൊരു സ്പോൺ കിട്ടിയാൽ മതി തന്നെ. അയ്യോ, നല്ലൊരു സ്പോൺ കിട്ടിയാൽ മതി തന്നെ. നമ്മളെവിടെ എത്തി? ഇന്നെന്താ താവത്ത് എന്താ? ഓക്കെ, വി നീഡ് ടു ഗോ കീപ്പർ. ബെസ്റ്റ് ഭയം സോൾസ് ആൻഡ് വാലിയാണ് കിട്ടിയത് നമുക്ക്. കുഴപ്പമില്ല, ഇവിടെ ബോൺ ബ്ലോക്കൊക്കെ കിട്ടും. പിന്നെ ഗ്യാസ്റ്റിൻ്റെ മെയിൻ സ്ഥലമാണ് ഈ ഒരു സോൾസ് ആൻഡ് വാലി. നമുക്കൊന്ന് ഇവിടെ ഒരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം ഉണ്ടാക്കി വയ്ക്കുക. പിന്നെ കുറച്ച് ബ്ലോക്കും കളക്ട് ചെയ്ത് വയ്ക്കുക. കാരണം നമുക്കിനി ഫോർട്രസ് കണ്ടെത്തണം, അതൊരു പണിയാണ്. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒന്ന് കിട്ടാണ് സുഖമായിരുന്നു. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നോക്കാം. ഇവിടുന്ന് പുറത്തേക്ക് പോകാതാല് ഇവിടെ അങ്ങനെ അടിയിലൊക്കെ ഉണ്ടാവും ലാവ പൂളാ ഫുള്ള്. ഇവിടെ ഒന്നും കാണില്ല. പിഗ്ലിങ്സ് ഉണ്ട്. മറ്റേ പിഗ്മാനാ എന്തെങ്കിലും സോംബിഫൈഡ് പിഗ്ലിന്. ഇവർ നമ്മളെ അറ്റാക്ക് ചെയ്യില്ല. അവരെ അറ്റാക്ക് ചെയ്താൽ കൂട്ടത്തോടെ വന്ന് അറ്റാക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. സോ ഓക്കെ, ഇവിടെ കുറേ ഉണ്ട്. പിന്നെ ഗ്ലോ സ്റ്റോണൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ കറങ്ങി നോക്കാം. നമുക്കിത് ഈ ഒരു ഇത് പൊട്ടിച്ചിട്ട് അടിയിലോട്ട് ഇറങ്ങി നോക്കാം, അതായിരിക്കും നല്ലത്. ഒന്ന് കുറച്ച് ബ്ലോക്ക് കൊടുക്കുക. എന്നാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബ്രിഡ്ജ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടാകുമ്പോൾ നമുക്ക്
ഈ ബ്ലോക്ക് എടുക്കാലോ. നമ്മളിപ്പോൾ അവിടുന്ന് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ കുറച്ച് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇറങ്ങി വരാം. അതായിരിക്കും നല്ലത്. ഇവിടെയൊക്കെ പിഗ്ലിൻസിനെ കാണില്ല, അതിനെക്കൊണ്ട് നമ്മൾ ഗോൾഡൊന്നും എടുത്തിട്ടുമില്ല, നമ്മളതിൽ ഗോൾഡും ഇല്ല. അതാണ് അതിൻ്റെ മുകളിലുള്ള സത്യം. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പോവാം. നമുക്ക് ഡാമേജ് കിട്ടാത്ത രീതിയിൽ. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ കുറവാണ്, കുറച്ചും കൂടി എടുത്താൽ മതിയെന്ന്. ഇപ്പോൾ പോട്ടെ, ഇത് മതിയായിരിക്കും. 26 നെതറിലോട്ട് വരുമ്പോൾ അത് കുറവാണ് ശരിക്കും പറയണം. നമുക്ക് ഈ സാധനം ഇട്ട് വയ്ക്കാം. നമ്മളെ എക്സ്ട്രാ ബ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. മോഡല്ല ഇത്, നമ്മളെ സോഡിയത്തിനൊപ്പം തന്നെ വരുന്ന ഒരു സാധനമാണ്. നമ്മളത് ഇട്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ F7 അടിക്കുമ്പോൾ വരുന്നതാണ്. ഓക്കെ, നമ്മൾ ഫോർട്രസ് കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതേ ഫോർട്രസ് അതാ, അത് ഫോർട്രസ് തന്നെ അല്ലേ. നമുക്ക് വേഗം അങ്ങോട്ട് പോവാം. ഇവിടെ അടുത്ത് ഇത്ര പെട്ടെന്ന് ഫോർട്രസ് കിട്ടുമെന്ന് അറിഞ്ഞില്ല. നമ്മൾ എന്തായാലും അവിടെ വരെ പോകണം, അതാണ് പണി. കുറച്ച് ബ്ലോക്ക് എടുക്കുക, അതാവും നല്ലത്. നമ്മളതിൽ ഇത്ര ഒന്നുമില്ല, ഫുഡ് ഇതാണ് ഉള്ളത്. പണി കിട്ടുമോ അറിയില്ല. നമുക്ക് ഏതിലൂടെ പോവാ? അതെ, അവിടെ മറ്റേ പിഗ്ലിന് നമ്മളെ കണ്ടിട്ടാണ് വരുന്നത്. നമുക്ക് അതിലൂടെ കറങ്ങി പോകാൻ പറ്റുമോ നോക്കാം. അതിലൂടെ അങ്ങനെ കറങ്ങിയിട്ട് എത്താൻ പറ്റുന്നുണ്ടാവില്ല. അല്ല, അപ്പോൾ അതുവരെയൊക്കെ ബ്രിഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പണി കിട്ടും ഉറപ്പാണ്. ഗാസ്റ്റും അതിൻ്റെ മുകളിൽ കൂടെ ഈ ഗാസ്റ്റ് പോലത്തെ ഈ സാധനം കൂടി വന്നാൽ പണിയോട് പണി. പിന്നെ ആരെ വിട്ട് കൊല്ലാൻ നോക്കാം. ഓക്കെ, ഒന്നുകൊണ്ട് ഓക്കെ ചത്ത്. നമ്മൾ എയിമൊക്കെ ഉണ്ട്, ഇടയ്ക്ക് എയിം കിട്ടും. പിന്നെ അതിൽ പവർ 5 ഒന്നും ഇല്ലല്ലോ, അതിനെ കൊണ്ടാണ് മെയിനായിട്ട്. ഓക്കെ, പിന്നെ ബെഡ് റോക്കിലും ഒരു ജാവിലും ബോൻ്റെ വലിയ വ്യത്യാസമുണ്ട്. മറ്റേ ബെഡ് റോക്കിൽ നേരെ ഷൂട്ട് ചെയ്താൽ തട്ടും, പക്ഷെ ഇതിൽ നമ്മളൊരു ആംഗിൾ ക്രിയേറ്റ് ചെയ്യണം, എന്നാലേ ആവത്തുള്ളൂ. അത് കുറച്ച് പണിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബെഡ് റോക്കിന് കളിച്ചിട്ട് ഇതിലോട്ട് വരുമ്പോൾ ഒരു പണിയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം എങ്ങനെ അവിടെ എത്തുക? മുകളിലൂടെ പോവുകയാണെങ്കിലും പണിയാണ്. ഇത് കറങ്ങി പോയേക്കാം, അതാവും നല്ലത്. ബ്രിഡ്ജ് ചെയ്ത് പോവാണ്. ഗാസ്റ്റ് വന്ന് ഒറ്റയടിയാൻ അടിച്ചാൽ ചത്ത്. ഇപ്പം എന്താ കണ്ടത്? അത് ഫോർട്രസ് അല്ലേ? എന്തത് 2 ഫോർട്രസ് അടുത്തെടുത്തു. എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഗാസ്റ്റ്. അയ്യോ, കൊല്ലല്ലേ. ഗാസ്റ്റ് വന്നാൽ പിന്നെ പണിയാണ്. ഗാസ്റ്റ് ഇങ്ങോട്ട് പോവും. മറ്റേ സ്പോണർ ഇവിടെ ഡെഡ് ആണ്. അയ്യോ, ഗാസ്റ്റ് ഉണ്ട്. അയ്യോ, പെട്ടെന്ന് പോ. ഇവിടെയും ഡെഡ് ആട്ടോ. ഇവിടെയും ഡെഡ് ആണ്. നമുക്ക് എങ്ങോട്ടപ്പോൾ പോവാ? ഗാസ്റ്റ് ഇതന്നെ, മറ്റേ വീശല്. അവൻ ഇങ്ങനെ ആക്കാൻ പറ്റുമോ നോക്കട്ടെ. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആയില്ല. വല്ല പണിയില്ലായിരുന്നു, വലിയ ആളാവാൻ പോയത്. പോട്ടെ, അടുത്ത പ്രാവശ്യം നോക്കാം. നമുക്ക് ബ്ലേസിന്റെ സ്പോണർ മുകളിലാവുന്നുണ്ട്, നമുക്ക് നോക്കി നോക്കാം. എവിടുന്നോ ഒരു സൗണ്ട്. അതെ, കിട്ടി. ബ്ലേസ് സ്പോണർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. നമ്മളിവിടെ നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ്. മരിട്ട് കത്തിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് നുഴയണം. ബ്ലോക്ക് വെക്കാൻ പോലും സമ്മതിക്കില്ല ഇവന്മാര്. അനങ്ങിയ ചാവും മാതിരി അവസ്ഥയിലാണ്. ഓക്കെ, കൊല്ലല്ലേ ഓടുന്നതാണ് നല്ലത് തോന്നുന്നത്. ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് ഓടാം. അയ്യോ, ഇത് എത്രനാടാ. അയ്യോ, ഓടുന്നതാണല്ലേ. ഓടിക്കോ. ഓടി പെട്ടെന്ന് ചാവും. ഞാൻ ചാവും തോന്നുന്നുണ്ട് ഗൈസ്. ഒരു ഹാർട്ട്. വിതർ സ്കെൽറ്റൻ വല്ലതും വന്നാണ്ടല്ലോ കഴിഞ്ഞ്. ഇവിടെ മൂടിയിട്ടാൽ നമുക്ക് പെട്ടെന്ന് ഹീലാവാം പെട്ടെന്ന്. ഓക്കെ, നമുക്കിനി നേരെ അങ്ങോട്ട് പോയോക്കാം. തോതെ അവിടുന്ന് ഫയർ ബോൾസ് വരുന്നു. കവർ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിത് ഇങ്ങനെ അതായിരിക്കും നല്ലത്. മറ്റേ പോലെ ഇത് കൊല്ലുമ്പോൾ ഭയങ്കര പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ പ്ലേസ് റോഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇൻടു ദി ഫയർ ഗൈസ് അഡ്വാൻസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്തായാലും. ഓക്കെ, ഇവനും കൂടി കൊന്നിട്ട് കിട്ടിയാൽ മതി നമുക്ക്. കൊല്ല് ചത്ത്. പക്ഷെ ഇവർ തരുന്നില്ലടാ, എന്താ അറിയില്ല. എന്തായാലും ഇങ്ങനെ കുറേ കൊല്ലേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നത്. സോ അതൊന്ന് കാണിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് കുറേ കൊന്നിട്ട് നീ കാണാം. അയ്യോ, കൊല്ലല്ലേ. ഒരു ഔട്ട് റോ തരാൻ വന്നാണേ. കൊല്ലല്ലേടാ, ഇട്ട് കഴിക്ക്.
ഓക്കെ, നമുക്ക് എന്തായാലും ഡിസ്കണക്റ്റ് ആക്കുക, അപ്പം ചാവും ആ അവസ്ഥയിലാണ്. സോ ഇനി കഴിച്ച് നമുക്ക് എന്തായാലും കുറച്ച് ബ്ലേസ് റോഡ് കളക്ട് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഈ സാധനം കിട്ടിയിട്ടുണ്ട് നമ്മളെ നെതർ വാട്ട്. അപ്പോൾ അതും കൂടി നമുക്ക് കളക്ട് ചെയ്തേക്കാം പെട്ടെന്ന്. പിന്നെ ഈ സോൾ സാൻഡും കൂടി നമുക്ക് പെട്ടെന്ന് കളക്ട് ചെയ്യണം, കാരണം ഇതില്ലാതെ അത് വളരൂലല്ലോ. ഓക്കെ, സോൾ സാൻഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ന്യൂ റെസിപ്പിയൊക്കെ വന്നിട്ടുണ്ട്, അൺലോക്ക് ആയിട്ടുണ്ട്. സോൾ ടോർച്ചും മറ്റേ സാധനമൊക്കെ. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചുതരാം. ഇതണ്ട 57 ബ്ലേസിനെ നമ്മൾ കൊന്ന്. എന്നിട്ടാണ് എനിക്ക് എത്ര കിട്ടിയതെന്ന് അറിയാം. 57 ബ്ലേസ്. ഓക്കെ, 57 ബ്ലേസ് അത്രയും കൊന്നിട്ട് എനിക്ക് കിട്ടിയത് വെറും 30 ബ്ലേസ് റോഡാണ്. അത്ര കിട്ടി. ഞാൻ കുറേ കളക്ട് ചെയ്തതാണ്, കാരണം ഇനി നമുക്ക് എപ്പോഴും ഇങ്ങനെ വരുന്ന ആവശ്യമില്ലല്ലോ. അതിനെ കൊണ്ട് നമ്മൾ കളക്ട് ചെയ്തതാണ്. 57 ബ്ലേസിനെ കൊന്നിട്ടാണ് അത്ര കിട്ടിയത്. വീട്ടിലെത്തിയിട്ട് നമ്മൾ വീട്ടിലെത്തണ വഴിയിൽ വലിയൊരു പണിയിലാണ്. നമ്മൾ ഫുഡും ഇല്ല, 2 ഹാർട്ട്. അതും ഈ ഗ്യാസ് കണ്ടാ, ഈ ഗ്യാസിനെ കൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ചത്ത പോലെയാണ്. നമ്മളൊരു 36 ലെവലുണ്ട്. അതേ അയ്യോ ഓ ഓൾമോസ്റ്റ് ഡെഡ് ഗൈസ്, ഓൾമോസ്റ്റ് ഡെഡ്. ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ഹൈയിലൂടെ പോകാൻ നോക്കാം, കാരണം നമ്മളിപ്പോൾ ചാവും. ഇമ്മാതിരി അവസ്ഥയിലാണ്. 2 ഹാർട്ടുള്ളവരും പോയി തോന്നുന്നുണ്ട്. നമുക്ക് കൺഫേം ചെയ്തേക്കാം. ഓക്കെ, ഇവിടെ കാണില്ല, അടിക്ക് പോയി നോക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ഈ സമയത്തിൽ പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. ഓക്കെ, പെട്ടെന്ന് എത്തി. ഓക്കെ, അത് വല്ലാത്തൊരു പണി തന്നെയായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ചത്ത പോലെയാണ് വന്നത്, കാരണം വെറും 2 ഹാർട്ടുള്ളൂ നമ്മളിൽ. അപ്പോൾ അതേ ഗൈസ്, നമുക്കെന്തായാലും ഇനി വലിയ പണികളൊന്നുമില്ല. ഇനി നമുക്ക് നമ്മളെ വില്ലേജേഴ്സിനെ ക്യൂർ ചെയ്യണം. അത് വലിയൊരു പണി തന്നെയാണ്. നമുക്ക് 21 ബോൺ കിട്ടിയിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഗോൾഡ് നമ്മൾ മൈൻ ചെയ്ത് നമുക്ക് ഇതാക്കാം. ഇനി നമുക്ക് കുറേ ഗോൾഡ് നമുക്ക് മൈൻ ചെയ്യാനുമുണ്ട്. പിന്നെ ഗൈസ്, നമ്മളിപ്പോൾ അതേ ഈ ഒരു സാധനം പ്ലാൻ ചെയ്യണം. സോ നമുക്ക് അഡ്വാൻസിൻ്റെ ഇപ്പോഴാണ് കിട്ടിയത് ഇതിൻ്റെ. ഓക്കെ, നമുക്ക് എന്തായാലും ഈ ഒരു ഷുഗർ കെയിനൊക്കെ ഇവിടെ വളർന്നുണ്ട്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഈ സാധനം ഉണ്ടാക്കിയിട്ട് നമ്മളെ ബ്രൂയിങ് സ്റ്റാൻഡ് നമുക്ക് പോഷൻ ഉണ്ടാക്കാം. സോ നമ്മൾ ബ്ലേസ് പൗഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഈ പെർമനൻറ്റ് സ്പൈഡർ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. സോ നമുക്ക് പോഷൻ റെഡി ആയിട്ട് കിട്ടും, വീക്ക്നെസ് പോഷൻ കിട്ടും. ഗൺ പൗഡർ കൂടി ഇട്ടിട്ട് സ്പ്ലാഷ് പോഷൻ ആക്കിയിട്ട് ഇതിനെ ഇവിടെ ഓക്കെ, നമ്മൾ ഇപ്പോൾ വീക്ക്നെസ് പോഷൻ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇൻവെൻട്രിയിലോട്ട് എടുക്കാം. സോ ഗൈസ്, നമുക്ക് ഇത് അഡ്വാൻസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്, നമ്മളെ ലോക്കൽ ബ്രൂവർ എന്ന് പറഞ്ഞിട്ട്. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇത്രയും ചെയ്തൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല, കാരണം ഇതിൻ്റെ റെക്കോർഡിങ്സ് എൻ്റെ അടുത്ത് നിന്ന് പോയി. നമ്മൾ ഗോൾഡ് കളക്ട് ചെയ്യണ വീഡിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ല രസമായിരുന്നു. അതൊക്കെ പോയി. നമ്മളിത് ഇവരെ ക്യൂർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്യൂർ ചെയ്താൽ ഇവർ അവിടെ കുടുങ്ങി പോയിട്ടുണ്ട്. 2 സോംബിയും കൂടി ഇനിയിപ്പോൾ അവനെ കൊല്ലും അറിയത്തില്ല. സോ ഗൈസ്, നമ്മളിപ്പോൾ ഇവരൊക്കെ ക്യൂറായി വന്നിട്ടുണ്ട്. നമ്മൾ ആർമർ വില്ലേജർ ഉണ്ടല്ലോ, നമ്മളെ കൊന്നു. നമ്മൾ സോംബി വില്ലേജർ കേട്ടോ. അപ്പോൾ ഒരു ക്യൂർ ആയപ്പോൾ അവരെ ആർമർ ഊരി തന്ന്. ഓക്കെ, അതാണ് സംഭവം. നമുക്ക് ഇവരെ അവിടെ എത്തിക്കണം, അതാണ് വലിയ പണി. ഓക്കെ, ഇനി ഉമ്മമാരെയൊക്കെ എത്തിച്ചിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുക, അതായിരിക്കും നല്ലത്. ഓക്കെ, ഇന്ന് കുറേ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, കാരണം ഇതൊക്കെ ഈ ഒരു 3 എപ്പിസോഡ് ഞാൻ ഒറ്റ ദിവസം റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ആലോചിക്കണം. സോ എന്തായാലും അത് കഴിഞ്ഞിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഗൈസ്, നമ്മളിപ്പോൾ എല്ലാ വില്ലേജേഴ്സിനെയും ഇവിടെ എത്തിച്ചില്ല. ഓക്കെ, കുറച്ച് വില്ലേജേഴ്സ് ഇനിയും അവിടെ ഉണ്ട്, കാരണം ഇന്ന് ഞാൻ ഇനിയും റെക്കോർഡ് ചെയ്യാൻ നിന്നാണ്ടല്ലോ. പിന്നെ ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കലുണ്ടല്ലോ, അത്രയും വെറുക്കും. പിന്നെ നമ്മൾ കുറേ ആൾക്കാരെ ഇവിടെ ആക്കിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്നൊന്ന് കിടന്നേക്കല്ലേ, രാത്രി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് കിടന്നിട്ട് ഇത് നമ്മൾ കുറേ വില്ലേജസിനെ ആക്കിയിട്ടില്ല, കാരണം നമ്മൾ ഫ്ലെച്ചർ കാര്യങ്ങളൊക്കെ ആക്കി. ഇനി ഒരു 2 വില്ലേജറും കൂടി അവിടെ ഉണ്ട്, 3 തോന്നുന്നത് അവിടെ ഉണ്ട്. നമ്മൾ ആക്കിയതൊക്കെ നമ്മളൊരു ഇതിനാക്കിയിട്ടുണ്ട്, നമ്മളെ ഫ്ലെച്ചേഴ്സിനെ ആക്കിയിട്ടുണ്ട്. 3 ഫ്ലെച്ചേഴ്സിനെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു മറ്റേ എൻ്റർപേൾ തരുന്ന ആളുണ്ടല്ലോ, മറ്റേ എന്താ അതിന് പറയുക, ബ്രൂയിങ് സ്റ്റാൻഡ് വെച്ചിട്ട് അവനെ ആക്കിയിട്ടുണ്ട്. ഇത്ര ആൾക്കാരെ മാത്രമേ നമ്മൾ ആക്കിയിട്ടുള്ളൂ ഇപ്പോൾ തൽക്കാലം. പിന്നെ ഇതിന് മുകളിലോട്ടും നമ്മൾ ആക്കിയിട്ടുണ്ട്.
ഒരു 2 ആൾക്കാരെ, അതും ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിലൂടെ പോയിട്ട് ഇതാണ്ട ഇവിടെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇവനെ ഞാൻ അറിയാതെ അടിച്ചിട്ടുണ്ട്, അതിനെ കൊണ്ട് ഇവൻ പൈസ കൂട്ടി തരികയാണ്. ഇവനൊന്നും മറ്റേതല്ല കേട്ടോ, ഇവനൊന്നും ഞാൻ മറ്റേതാക്കിയതല്ല, മറ്റേ പോഷൻ വെച്ചിട്ട് ഇതാക്കിയൊന്നല്ല. ഇവൻ്റെയും ജസ്റ്റ് ഒന്ന് ട്രേഡ് ചെയ്യണം. ഇതെടുത്തേക്കല്ലേ, ഇതെടുക്കണ്ട. നമുക്ക് അടുത്ത എപ്പിസോഡിലുണ്ടല്ലോ നമ്മൾ ഫുൾ ഇവിടെ ഉണ്ടല്ലോ കാലിയൊക്കെ എടുക്കണ അറയിലൊക്കെ ഫുൾ വില്ലേജസിനെ നിറച്ചിട്ട് നമുക്ക് എല്ലാ എൻചാൻമെൻറ്റ് ബുക്സും നമ്മൾ ആക്കും. പക്ഷെ അതൊന്നും നമ്മൾ വീട്ടിൽ കാണിക്കില്ല, കാരണം അതൊക്കെ കാണിക്കാൻ നിന്നാൽ പിന്നെ ലൈവ് ഇടേണ്ടി വരും. അമ്മാരി ഹവേഴ്സ് എടുക്കും അത് ഇതാക്കാൻ. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. നമുക്ക് ഷുഗർ കെയിനും ഇതൊക്കെ കുറച്ച് എടുത്തിട്ട് നമുക്ക് കുറച്ച് ട്രേഡ് ചെയ്യാം. നമ്മൾ പ്രൊട്ടക്ഷൻ ഫോർ അൺബ്രേക്കിംഗ് അതൊക്കെ സെറ്റാക്കണം. പിന്നെ മെൻഡിങ് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും നമുക്ക് സെറ്റാക്കി നമ്മളെ ഫുൾ ആർമർ വെൻഡ് ചെയ്യണം. സോ അതിനായിട്ട് നമുക്ക് XP ഫാമിൻ്റെ ആവശ്യം വരും. അപ്പോൾ അതും നമ്മൾ മിക്കവാറും ഉണ്ടാക്കേണ്ടി വരും അടുത്ത എപ്പിസോഡിൽ തന്നെ. സോ അതും ഒരു പണിയാവും. ഓക്കെ, നമുക്ക് എന്തായാലും സെറ്റാക്കാം, എന്തായാലും പേടിക്കേണ്ട. നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ വരുമ്പോൾ ഇവിടെയുള്ള വില്ലേജസ് ഒക്കെ ഫുൾ OP ട്രേഡ്സ് ആയി ഉണ്ടാവും. അത് നിങ്ങൾ ഉറപ്പ് വരുത്തിക്കും, ഗ്യാരണ്ടി ഗൈസ്. 100% നമ്മൾ OP വില്ലേജസ് ആക്കിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ മറ്റേ ബ്ലാക്ക് സ്മിത്ത് ഇല്ലേ, അവന് നമ്മൾ ഇതിൽ വെക്കുന്നതാണ്. ഒരു അയണ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന പോലെ ആക്കണം. പിന്നെ നമുക്ക് മെഗാ അയൺ ഫാം ഉണ്ടാക്കണം, ടോട്ടം ഫാം ഉണ്ടാക്കണം, അതിന് കുറേ സാധനങ്ങൾ ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ആർമർ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയാൽ നമുക്ക് അതിൻ്റെ അടുത്ത എപ്പിസോഡ് തന്നെ നമുക്ക് ഡ്രാഗനെ കൊല്ലാൻ പോകണം. ഓക്കെ, ഡ്രാഗനെ നമുക്ക് പെട്ടെന്ന് കൊല്ലണം, കാരണം നമുക്ക് ഡ്രാഗൻ ഒരു പണിയില്ലേ. ഡ്രാഗനൊക്കെ എളുപ്പമായി നമുക്ക് പെട്ടെന്ന് കൊല്ലണം അവനെ. സോ അതൊക്കെ തന്നെ ഈ എപ്പിസോഡിൽ ഇത്രയൊക്കെ തന്നെ ഗൈസ്. ഓക്കെ, ഇവന്മാർ റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല, സോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ഞാൻ വേറൊരു ദിവസം ഇരുന്നിട്ട് കളിക്കേണ്ടി വരും. ഇന്നത്തെ ദിവസം ടൈം കുറഞ്ഞിട്ടുണ്ട്. നമുക്ക് മുകളിലോട്ട് കുറച്ച് വില്ലേജസിന് ആഡ് ചെയ്യണം. നമുക്ക് കുറേ നേരം കളിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്സാം ആയതിനെ കൊണ്ടാണ് നമ്മൾ കൂടുതൽ നേരം കളിക്കാത്തത്. അതൊരു പണിയാണ്. സോ എന്തായാലും ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് ഗൈസ്. ഇതൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരേക്കും ബൈ ഗൈസ്. ഞാൻ പോകുന്നു. ബൈ ബൈ.